നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാൽ ആരായിരിക്കും അമ്മ നിത്യമടുത്ത് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? അറിയില്ല, മുഖംമൂടിയുള്ള ഒരാളാണെന്നാ പറഞ്ഞത്. മുഖംമൂടിയിട്ട ആളുകൾ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ജീവൻ സാറ് ரொம்ப ടെൻഷനില്ല. பாருங்க, அவர் ரொம்ப டவுனா இருக்கு. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആളുകൾ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്ക് സമാധാനമായിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. സുജാതെ, എന്താ പറ്റേ? അവൾക്ക് എന്താ പറ്റിയേ? ഒന്ന് പറയേ. സദാനന്ദേട്ട, ഞങ്ങളിപ്പോ ഡോക്ടറോട് സംസാരിച്ചതേ ഉള്ളൂ. നിത്യക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കരുതലിന് കുറച്ച് സമയം ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു. അല്ല, പോലീസിനെ വിളിക്കുകയോ നിത്യയെ ആരാ ദ്രോഹിച്ചതെന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പോലീസിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫോം ചെയ്തു. അത് കൊള്ളാലോ. ആശുപത്രിക്കാരാണോ നമ്മുടെ കാര്യം തീരുമാനിക്കണ്ടേ? നിങ്ങൾ പോലീസിനെ വിളിക്കുന്നേ. കുറ്റം ചെയ്തവരെ അവര് കണ്ടുപിടിക്കട്ടെ. നീ ഒന്നും മിണ്ടായിരിക്കുന്നല്ലേ? സുജാതെ, നിത്യമോൾക്ക് നേരെ നടന്ന ആക്രമണം നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ഇതിനു മുമ്പും പല കാര്യങ്ങൾ സംഭവിച്ചിട്ടും നിത്യമോളത് മനസ്സിൽ സൂക്ഷിച്ചു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നിത്യമോളോട് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയണം. ആരെയാണ് അവൾക്ക് സംശയമെന്ന് ചോദിച്ചറിയാൻ വേണം. നിത്യേച്ചിക്കും വെല്ലച്ചനൊന്നും അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് തെളിച്ചു പറയടാ. ഈ കല്യാണത്തിന് മുൻപേ ഏട്ടനും നിത്യയ്ക്കും ശത്രുക്കളും ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് തെളിച്ചു പറയടാ. എല്ലാവരും വാ പൊത്തി നിന്നു. അവസാനം കെട്ടിച്ചു കൊടുത്ത പെങ്കൊച്ചിന് വല്ലതൊക്കെ സംഭവിച്ചാലേ നിങ്ങളൊക്കെ പഠിക്കും. നിത്യക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാലേ ഇവരെ പിന്നെ പിടിച്ചാ കിട്ടൂല. കരച്ചിലൂടെ കരച്ചിലായിരിക്കും. അതിപ്പോഴൊന്നും തുടങ്ങിയതല്ല. കുഞ്ഞുനാള് മുതൽ നിത്യക്ക് ഒരു പനി വന്നു എന്നറിഞ്ഞ പോലും അടുത്തുനിന്ന് എഴുന്നേൽക്കാത്ത ചെക്കനാ. എന്റെ മോളോട് ഇത് ആര് ചെയ്താലും അവരെ ദൈവം വെറുതെ വിടില്ല. സുജാത മോള് അവിടെയാണ്. വാങ്ക വാങ്കയ്യ. നീ എന്റെ നിത്യ എന്താണ് ചെയ്തത്? പറയടാ. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പറയടാ. അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.